സാമുവൽ ടേലർ കോൾറിഡ്ജ് ശരിക്കും പറഞ്ഞ വളരെ സങ്കീർണമായൊരു വ്യക്തിത്വമാണല്ലേ. അതെ, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരാൾ. ഒരു വശത്ത് റൊമാന്റിക് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു പ്രതിഭ, അതേസമയം മറുവശത്ത് കറുപ്പിനടിമപ്പെട്ട് ഒരുപാട് വ്യക്തിപരമായ സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ഒരാളും. അതെ. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വേർഡ്സ്വർത്തുമായിട്ടുള്ള ആ ഒരു ബന്ധം അതുമാത്ര സുഖകരമായിരുന്നില്ലല്ലോ അവസാനം. തീർച്ചയായും. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ വരുന്നത്. ഭാവനയെയും കലയെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ ശരിക്കും മാറ്റിമറിച്ച ചില ചിന്തകൾ. അതെ, നമുക്കതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കിയാലോ? തീർച്ചയായും. കോൾറിഡ്ജിനെ ഒരു കവിയായി മാത്രം കാണുന്നത് അത് വലിയൊരു തെറ്റായിരിക്കും. അദ്ദേഹത്തിന്റെ ബയോഗ്രാഫിയ ലിറ്ററേറിയ എന്ന പുസ്തകം ഒരു ആത്മകഥ എന്നതിലുപരി ഒരു മനസ്സിന്റെ യാത്രയുടെ ഭൂപടം പോലെയാണ്. അപ്പം നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടവാം. ലിറിക്കൽ ബാലാഡ്സ് 1798 വേർഡ്സ്വർത്തുമായി ചേർന്ന് പുറത്തിറക്കിയ ആ പുസ്തകമാണല്ലോ ഇംഗ്ലീഷ് റൊമാന്റിക് പ്രസ്ഥാനത്തിന്റെ ഒരു തുടക്കം. അതെ, ആ കൂട്ടുകെട്ട് വളരെ നിർണായകമായിരുന്നു. ആ കൂട്ടുകെട്ടിന്റെ തുടക്കവും പിന്നെ അതിലുണ്ടായ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തകളെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? വളരെ നല്ലൊരു പോയിന്റാണത്. തുടക്കത്തിൽ അതൊരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. രണ്ടുപേർക്കും വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. വേഡ്സ്വർത്ത് സാധാരണ ജീവിതത്തിലെ വിഷയങ്ങൾ, നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ കവിതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ കോൾറിഡ്ജിന്റെ വഴി അതായിരുന്നില്ല. അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചത് മനുഷ്യന്റെ ആന്തരിക ലോകത്തും പിന്നെ അമാനുഷികമായ അല്ലെങ്കിൽ കുറച്ചുകൂടി വിചിത്രമായ കാര്യങ്ങളിലുമായിരുന്നു. ദി റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ പോലെ അല്ലേ? അതെ, അതുതന്നെ. അതൊരു പ്രേതക്കപ്പലിന്റെയും ഒരു നാവികന്റെ ശാപത്തിന്റെയും കഥയല്ലേ. അപ്പോൾ തുടക്കം മുതലേ അവർ രണ്ടു വഴിക്കാണ് സഞ്ചരിച്ചിരുന്നത് എന്ന് കാണാം. ഈ വൈരുദ്ധ്യം പിന്നീട് അവരുടെ സിദ്ധാന്തങ്ങളിലും വ്യക്തമായി. ശരിയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതവും ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചു. കറുപ്പിനോടുള്ള ആസക്തി അദ്ദേഹത്തെ ഒരുപാട് തളർത്തി എന്നത് സത്യമാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് പുതിയ ഉൾക്കാഴ്ചകൾ നൽകിയെന്നും പറയുന്നുണ്ട്. അതെ, ഉപബോധ മനസ്സിനെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ. കുബ്ല ഖാൻ എന്ന അദ്ദേഹത്തിന്റെ ആ പൂർത്തിയാകാത്ത കവിത ഒരു സ്വപ്നത്തിൽ നിന്ന് കിട്ടിയതാണെന്നാണല്ലോ പറയപ്പെടുന്നത്. ഓ. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തെ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് നയിച്ചു. എന്താണ് ഭാവനയുടെ യഥാർത്ഥ ശക്തി? അതെ, അവിടെയാണ് നമ്മൾ കോൾറിഡ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് എത്തുന്നത്. ഫാൻസി പിന്നെ ഇമാജിനേഷൻ. ഒറ്റനോട്ടത്തിൽ കേൾക്കുമ്പോൾ രണ്ടും ഏതാണ്ട് ഒരുപോലെയുണ്ട്. പക്ഷെ കോൾറിഡ്ജ് പറയുന്നത് ഇത് രണ്ടും രണ്ടറ്റത്തുള്ള കാര്യങ്ങളാണെന്നാണ്. വളരെ നിർണായകമായൊരു വേർതിരിവാണത്. അദ്ദേഹത്തിന് മുൻപുള്ള ചിന്തകർ ഭാവനയെ ഒരു കണ്ണാടി പോലെയാണ് കണ്ടത്. പുറത്തുള്ള ലോകത്തെ അതേപടി പകർത്തുന്ന ഒന്ന്. ഒരു കോപ്പി പേസ്റ്റ് പരിപാടി. അതെ. കോൾറിഡ്ജ് പറഞ്ഞു അത് ശരിയല്ല. അദ്ദേഹം ഫാൻസിയെ ഓർമ്മയുടെ ഒരു തരം കളി എന്ന് വിളിച്ചു. അതായത് നമ്മുടെ ഓർമ്മയിലുള്ള കുറേ ചിത്രങ്ങളോ ആശയങ്ങളോ എടുത്ത് യാതൊരു മാറ്റവും വരുത്താതെ ഒരുമിച്ച് വെച്ചുന്ന ഒരു യാന്ത്രികമായ പണി. നിലവിലുള്ള കട്ടകളെടുത്ത് അടുക്കി വെക്കുന്നത് പോലെ പുതിയതായി ഒന്നും ഉണ്ടാകുന്നില്ല. എക്സാക്ട്ലി. പക്ഷേ ഇമാജിനേഷൻ അതല്ല. അതൊരു സൃഷ്ടിപരമായ ശക്തിയാണ്. അതിനെ അദ്ദേഹം രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പ്രൈമറി ഇമാജിനേഷനും സെക്കൻഡറി ഇമാജിനേഷനും. ഓക്കെ. നമ്മളെ സഹായിക്കുന്ന ഒരു ജീവനുള്ള ശക്തി. അപ്പോ ചുറ്റുമുള്ള ലോകത്തെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള നമ്മുടെ അടിസ്ഥാന കഴിവ്. അതെ. എന്നാൽ സെക്കൻഡറി ഇമാജിനേഷൻ, അതാണ് യഥാർത്ഥ കലാകാരന്റെ ഭാവന. അതൊരു ദിവ്യശക്തി പോലെയാണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് പ്രൈമറി ഇമാജിനേഷനിലൂടെ കിട്ടിയ അസംസ്കൃത വസ്തുക്കളെ സ്വീകരിക്കും. എന്നിട്ട് അതിനെ അലിയിപ്പിച്ച് വിഘടിപ്പിച്ച് ഇല്ലാതാക്കി വീണ്ടും സൃഷ്ടിക്കുന്നു. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ്. കൊള്ളാം. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ പോലെ. അതെ. പഴയ വസ്തുക്കളില്ലാതായി തികച്ചും പുതിയൊന്ന് രൂപപ്പെടുന്നു. യഥാർത്ഥ കവിത ജനിക്കുന്നത് ഈ സെക്കൻഡറി ഇമാജിനേഷനിൽ നിന്നാണ്. ഈ ആശയം ആ കാലഘട്ടത്തിൽ വലിയൊരു വിപ്ലവമായിരുന്നിരിക്കണം. കാരണം കലാകാരൻ വെറുമൊരു പകർത്തുന്ന ആളല്ല, ഒരു സൃഷ്ടാവാണ് എന്ന് പറയുകയാണല്ലോ കോൾറിഡ്ജ്. അതെ. ദൈവത്തിന്റെ സൃഷ്ടിക്ക് സമാനമായൊരു പ്രവൃത്തിയാണ് കലാസൃഷ്ടി എന്നുവരെ അദ്ദേഹം പറഞ്ഞു. ഈ ചിന്തയാണ് അദ്ദേഹത്തെ വേർഡ്സ്വർത്തിൽ നിന്ന് അകറ്റിയൊരു പ്രധാന ഘടകം. അതെ, ആ വിഷയത്തിലേക്കാണ് ഞാനും വരാൻ ഓർത്തുവെച്ചത്. കവിത സാധാരണ മനുഷ്യരുടെ യഥാർത്ഥ ഭാഷയിലായിരിക്കണം എന്നായിരുന്നല്ലോ വേർഡ്സ്വർത്തിന്റെ വാദം. കോൾറിഡ്ജ് അതിനെ നിശിതമായി വിമർശിച്ചിരുന്നു. ശരിയാണ്. പക്ഷെ വേർഡ്സ്വർത്ത് പറഞ്ഞതിലും ഒരു ശരിയില്ലേ? കവിത സാധാരണക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ അവരുടെ ഭാഷ വേണ്ടേ? കോൾറിഡ്ജ് ഒരുതരം എലൈറ്റിസമാണോ ഇവിടെ കാണിക്കുന്നത്? നല്ല ചോദ്യമാണ്. അതൊരിക്കലും എലൈറ്റിസം ആയിരുന്നില്ല. കോൾറിഡ്ജിന്റെ വാദം ഇതായിരുന്നു: കവിതയുടെ ലക്ഷ്യം
കേവലം ആശയവിനിമയം മാത്രമല്ല. ഉം, ഒരു ഗ്രാമീണന്റെ ഭാഷ ആത്മാർത്ഥതയുള്ളതാകാം, ലളിതമാകാം. പക്ഷെ സങ്കീർണമായ ദാർശനിക ചിന്തകളും ആഴത്തിലുള്ള വികാരങ്ങളും പ്രകടിപ്പിക്കാൻ ആ ഭാഷയ്ക്ക് ചിലപ്പോൾ പരിമിതികളുണ്ടാകും. ശരിയാണ്. കവി ലോകത്തെ കാണുന്നത് സാധാരണ മനുഷ്യനെപ്പോലെയല്ല. അവന്റെ ചിന്തകളും വികാരങ്ങളും കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ളതാണ്. അപ്പോൾ അത് പ്രകടിപ്പിക്കാൻ ഭാഷയെയും ഉയർത്തേണ്ടതുണ്ട്. സംസാരഭാഷയെ അതേപടി പകർത്തിവെച്ചാൽ അത് റിപ്പോർട്ടിംഗ് ആവും, കവിതയാവില്ല. അതായത് ഉള്ളടക്കം പോലെ തന്നെ പ്രധാനമാണ് അത് പറയുന്ന രീതിയും ഭാഷയും. അതെ, ഏറ്റവും മികച്ച വാക്കുകൾ ഏറ്റവും മികച്ച ക്രമത്തിൽ വെക്കുന്നതാണ് കവിത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ കോൾറിഡ്ജിന്റെ കാഴ്ചപ്പാടിൽ ഒരു നല്ല കവിതയുടെ ലക്ഷ്യമെന്താണ്? അത് വായനക്കാരനിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കേണ്ടത്? കവിതയുടെ ഒന്നാമത്തെ ലക്ഷ്യം ഉപദേശം നൽകുക എന്നതല്ല, മറിച്ച് ആനന്ദം നൽകുക എന്നതാണ്. പിന്നെ ഒരു നല്ല കവിതയ്ക്ക് ഓർഗാനിക് യൂണിറ്റി അഥവാ ഒരു ജൈവപരമായ പൂർണ്ണതയുണ്ടായിരിക്കും. ഓർഗാനിക് യൂണിറ്റി, അതായത് ഒരു ചെടിക്ക് അതിന്റെ ഇലയും തണ്ടും പൂവും വേരും എല്ലാം എങ്ങനെയാണോ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുപോലെ കവിതയിലെ ഓരോ വാക്കും വരിയും ബിംബവും പരസ്പരം ചേർന്ന് പ്രവർത്തിച്ച് ഒരൊറ്റ അനുഭവം തരണം. അതിൽ നിന്ന് ഒരു വാക്കുപോലും നമുക്ക് എടുത്തുമാറ്റാൻ തോന്നരുത്. അതെ, എല്ലാം അത്രയ്ക്കും യോജിച്ചതായിരിക്കണം. കവിയുടെയും കവിതയുടെയും കാര്യം പറഞ്ഞു. ഇനി വായനക്കാരന്റെ പങ്കിനെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെയാണ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന പ്രശസ്തമായ ആശയം വരുന്നത്, അല്ലേ? അതെ, ഇന്ന് സിനിമ കാണുന്ന നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒന്നാണിത്. ശരിയാണ്. ഈ ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത് തന്നെ ലിറിക്കൽ ബലാഡ്സിലെ തന്റെ കവിതകളെ ന്യായീകരിക്കാനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൾറിഡ്ജ് എഴുതിയത് പ്രേതക്കപ്പലിനെയും അമാനുഷിക ശക്തികളെയും കുറിച്ചായിരുന്നുവെന്ന്. ഓ അതെ. അപ്പോ ആളുകൾ ഇതെങ്ങനെ വിശ്വസിക്കും അല്ലെങ്കിൽ ഉൾക്കൊള്ളും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഈ ആശയം. ഒരു കഥയോ കവിതയോ ആസ്വദിക്കണമെങ്കിലേ വായനക്കാരൻ ഇതൊന്നും ശരിയല്ലല്ലോ എന്ന തന്റെ യുക്തിചിന്തയെ താൽക്കാലികമായി മാറ്റിവെക്കാൻ സ്വയം തയ്യാറാകണം. അവിശ്വാസത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റിവെക്കുന്ന ഒരു പ്രക്രിയ. അതെ, ഇതിനെയാണ് അദ്ദേഹം പോയറ്റിക് ഫെയ്ത്ത് അഥവാ കാവ്യാത്മകമായ വിശ്വാസം എന്ന് വിളിച്ചത്. ശരിയാണ്. ഞാനിത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു പുസ്തകം വായിക്കുമ്പോൾ ചിലപ്പോൾ കഥാപാത്രം മരിച്ചാൽ നമുക്ക് ശരിക്കും സങ്കടം വരും. അതൊരു കഥയാണെന്നറിഞ്ഞിട്ട് പോലും. ആ ഒരു മാജിക്കിനാണ് കോൾറിഡ്ജ് പേരിട്ടത്. അതെ. അപ്പോ ഈ ആശയങ്ങളെല്ലാം പിൽക്കാല കവികളെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? വേർഡ്സ്വർത്തിൽ നിന്ന് വ്യത്യസ്തമായി കോൾറിഡ്ജ് തുറന്നുവെച്ച ഈ പുതിയ വഴിയിലൂടെ ആരെല്ലാമാണ് പിന്നീട് സഞ്ചരിച്ചത്? കോൾറിഡ്ജിന്റെ സിദ്ധാന്തങ്ങൾ റൊമാന്റിക് പ്രസ്ഥാനത്തിന്റെ ആദ്യ തലമുറയും, അതായത് വേർഡ്സ്വർത്തും, പിന്നെ രണ്ടാം തലമുറയും ഷെല്ലി, കീറ്റ്സ് പോലുള്ളവരും തമ്മിലുള്ള ഒരു പാലമായിട്ടാണ് പ്രവർത്തിച്ചത്. അതെങ്ങനെയാണ്? വേർഡ്സ്വർത്ത് പ്രകൃതിക്കും വസ്തുനിഷ്ഠമായ ലോകത്തിനും പ്രാധാന്യം നൽകിയപ്പോൾ കോൾറിഡ്ജ് ശ്രദ്ധിച്ചത് കലാകാരന്റെ ആന്തരിക ലോകത്തും ഭാവനയുടെ അപാരമായ ശക്തിയിലുമായിരുന്നു. ഇത് ഷെല്ലിയെയും കീറ്റ്സിനെയും പോലുള്ള കവികൾക്ക് വലിയ പ്രചോദനമായി. നിങ്ങളുടെ കുറിപ്പുകളിൽ കീറ്റ്സിന്റെ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന ആശയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് കോൾറിഡ്ജിന്റെ ചിന്തകളുമായി നേരിട്ട് ബന്ധമുണ്ടോ? തീർച്ചയായും. നെഗറ്റീവ് കേപ്പബിലിറ്റി എന്നത് കോൾറിഡ്ജിന്റെ ചിന്തകളുടെ ഒരു സ്വാഭാവികമായ വളർച്ചയായി കാണാം. അതെന്താണെന്ന് ഒന്ന് ലളിതമായി പറയാമോ? എന്താണ് ശരി, എന്താണ് യുക്തി എന്ന് പെട്ടെന്ന് തീരുമാനിക്കാതെ അനിശ്ചിതത്വങ്ങളിലും സംശയങ്ങളിലും മിസ്റ്ററികളിലും ഒരു അസ്വസ്ഥതയും കൂടാതെ നിലനിൽക്കാനുള്ള കലാകാരന്റെ കഴിവാണത്. ഓക്കെ. അതായത് കവി തന്റെ വ്യക്തിത്വം പൂർണ്ണമായി ഉപേക്ഷിച്ച് താൻ എഴുതുന്ന വിഷയവുമായി, അതൊരു പക്ഷിയോ ഒരു പാത്രമോ എന്തുമാകട്ടെ, അതുമായി പൂർണ്ണമായി താദാത്മ്യം പ്രാപിക്കുന്ന ഒരവസ്ഥ. അപ്പോ കോൾറിഡ്ജ് പറഞ്ഞുവെച്ച ഭാവനയിലൂടെ പുതിയ ലോകം സൃഷ്ടിക്കുന്ന കലാകാരൻ കീറ്റ്സിലെത്തുമ്പോൾ സ്വയം ഇല്ലാതായി ആ ലോകത്തിന്റെ ഭാഗമായി മാറുന്നു. അതെ, വളരെ കൃത്യമായി പറഞ്ഞു. അപ്പോ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചെത്തിയാൽ കോൾറിഡ്ജ് വെറുമൊരു കവി മാത്രമല്ല, സാഹിത്യത്തെയും കലയെയും നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് പഠിപ്പിച്ച ഒരു ദാർശനികൻ കൂടിയായിരുന്നു. ഒരു സംശയവുമില്ല. യാന്ത്രികമായ ഫാൻസിയും സൃഷ്ടിപരമായ ഇമാജിനേഷനും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ കവിതയുടെ ഭാഷ, വായനക്കാരന്റെ ആ വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്, ഈ ആശയങ്ങളെല്ലാം 200 വർഷങ്ങൾക്കിപ്പുറവും വളരെ പ്രസക്തമാണ്. തീർച്ചയായും.
ഈ ആശയങ്ങൾ 19-ാം നൂറ്റാണ്ടിലെ കവിത പഠിക്കാൻ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ സർഗാത്മകതയെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് പുതിയ ആശയങ്ങളും കലാരൂപങ്ങളും സൃഷ്ടിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ. അതെ, ഒരു കലാസൃഷ്ടി ആസ്വദിക്കുമ്പോൾ നമ്മളും ആ സൃഷ്ടിപ്രക്രിയയുടെ ഭാഗമാവുകയാണ് എന്ന വലിയ സത്യം അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു ചോദ്യം തന്നുകൊണ്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ അവസാനമായി ഒരു സിനിമയോ പുസ്തകമോ ആസ്വദിച്ചപ്പോൾ നിങ്ങളുടെ വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എത്രത്തോളം ശക്തമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ലോകം യാഥാർത്ഥ്യമാകാൻ നിങ്ങളുടെ ഭാവന എത്രമാത്രം പ്രവർത്തിച്ചു? ആ കഥാപാത്രത്തിന്റെ വേദന നിങ്ങളുടെ വേദനയായി മാറിയ നിമിഷം കോൾഡ്രിഡ്ജ് പറഞ്ഞ പോയറ്റിക് ഫെയ്ത്ത് നിങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു.